ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നാര് പോലെ ഒരു പാർട്ടുണ്ട്, അതെടുത്ത് കളയാൻ വിട്ടു പോകരുത്. അത് നമ്മുടെ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലോട്ട് ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ചെമ്മീൻ ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചപ്പോൾ തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ചെമ്മീനൊക്കെ വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു. അതിനകത്തോട്ട് കുറച്ച് ഒരു 2 ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു വറ്റൽമുളക് കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 15 അല്ലിയോളം ചെറിയ ഉള്ളിയില്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മസാലയില്ലേ, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ആവശ്യമായ ഉപ്പ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് ഈ ആവിയിലൊക്കെ ഇരുന്ന് ഒന്ന് വെന്ത് വരണം. ചെമ്മീനകത്തോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.